പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ 113 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഈശോയുടെ ഒരു ഞെരുക്കം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്, അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ എത്ര ഞെരുങ്ങുന്നു. അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യത്തിലാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ ഇതിൻ്റെ ക്രിയാപദത്തെ ഒന്ന് കാണുകയാണ്. ഗ്രീക്കിൽ സുനെഖോ എന്നതാണ് ക്രിയാപദം. സുനെഖോ. പുതിയ നിയമത്തിൽ 12 പ്രാവശ്യം സുനെഖോ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്, വിവിധ അർത്ഥങ്ങളിൽ. അത് വളരെ രസകരമാണ്. ഒന്ന്, രോഗങ്ങൾ, സഹനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:24 രോഗികളായി സഹിച്ചുകൊണ്ടിരുന്നവരെ ഈശോയുടെ അടുത്ത് ജനം കൊണ്ടുവരുന്ന കാര്യം പറയുന്നുണ്ട്. അവരുടെ സഹനത്തെക്കുറിച്ച്, അവരുടെ ഞെരുക്കം, രോഗത്തിൻ്റെ ഞെരുക്കം, അത് പരാമർശിക്കുന്നു മത്തായി 4:24. അതുപോലെ തന്നെ ലൂക്ക 4:38, അത് പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ ഞെരുക്കമാണ്. കലശലായ പനി ബാധിച്ച് എന്ന് പറയുന്നില്ലേ, അതുതന്നെ കലശലായ പനിയാൽ ഞെരുക്കപ്പെട്ട്, അവിടെയും സുനെഖോ തന്നെ. അപ്പസ്തോല പ്രവർത്തനം 28-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഞെരുക്കത്തെക്കുറിച്ച്, അതും ശാരീരികമായ ഞെരുക്കത്തെക്കുറിച്ച്, സഹനങ്ങളെക്കുറിച്ച് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഭയം സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 37-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഭയമാണ്. ഇവിടെ ആ പദം മലയാളത്തിൽ പെട്ടെന്ന് അത് കിട്ടുന്നില്ല, ട്രാൻസ്ലേഷനിൽ അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ 8:37 ഞാനത് നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. തങ്ങളെ വിട്ടുപോകണമെന്ന് ഗരസേനരുടെ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളെല്ലാം അവനോട് അപേക്ഷിച്ചു, കാരണം അവർ വളരെയേറെ ഭയന്നിരുന്നു എന്നാണ് മലയാളം പരിഭാഷ POCയിലേത്. പക്ഷേ അവിടെ ഈ സുനെഖോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം, കാരണം അവർ വളരെയേറെ ഞെരുക്കമനുഭവിച്ചു, വളരെയേറെ അസ്വസ്ഥത അനുഭവിച്ചു. എന്താ സംഭവം? ഈ പിശാചിനെ ബഹിഷ്കരിച്ചു ഒരു വ്യക്തിയിൽ നിന്ന്, എന്നിട്ടത് പന്നിക്കൂട്ടത്തിലേക്ക് അയച്ചു ഈശോ. അത് അവരെ വല്ലാതെ ഞെരുക്കി എന്ന്. തീർച്ചയായും വലിയൊരു ഞെരുക്കം അവരനുഭവിച്ചു, വലിയ സാമ്പത്തിക ഞെരുക്കം, വലിയൊരു പ്രശ്നം അവിടെയുണ്ട്. യഹൂദരുടെ സ്ഥലമാണെന്ന് ഓർക്കണം. പക്ഷേ യഹൂദർ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അവിടെ അതിനെ പ്രതി അവർക്ക് ഞെരുക്കമുണ്ടായത്രേ. ഇനി ലൂക്കായുടെ സുവിശേഷത്തിൽ 8:45 രസകരമായൊരു ഭാഗമുണ്ട്. ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് ഈശോ ചോദിക്കുന്ന ഭാഗം. അപ്പോൾ അപ്പസ്തോലന്മാർ പറയുകയാണ്, എന്തൊരു ചോദ്യമാണിത്, എല്ലാവരും നിന്നെ തിക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അത് സുനെഖോ എന്ന ക്രിയാപദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവരും ഞെക്കുകയാണ്, ഞെരുക്കുകയാണ്, അതാണ് അവിടെയുള്ള അർത്ഥം. ഇനി അപ്പസ്തോല പ്രവർത്തനം 7:57 ഡീക്കൻ സ്തെഫാനോസിൻ്റെ പ്രഘോഷണം കേട്ടുകൊണ്ടിരിക്കെ അവർ ദൈവദൂഷണം എന്ന് പറഞ്ഞ് ചെവി അമർത്തിപ്പിടിച്ച്, സുനെഖോ ഞെക്കിപ്പിടിക്കുന്ന ഏർപ്പാടാണ്, കണ്ടോ, അമർത്തിപ്പിടിച്ച്, ചെവി അമർത്തിപ്പിടിച്ച്, അതായത് ഞങ്ങൾക്കിതൊന്നും കേൾക്കാൻ വയ്യ, ഇത് ദൈവദൂഷണമാണ് എന്ന രീതിയിൽ ചെവി അവർ സുനെഖോ ചെയ്തു. കണ്ടോ, അത്തരത്തിൽ ഒരർത്ഥം ഈ ക്രിയാപദത്തിനുണ്ട്.
ഇനി ശത്രുക്കള് ഞെരുക്കുന്ന ഏർപ്പാട്, ശത്രുക്കളുടെ ശത്രുതാപരമായ നീക്കങ്ങൾ ലൂക്കായുടെ സുവിശേഷം 19:43 22:63 നമുക്ക് കാണാം. ഇനി ഏറ്റവും ഒടുവിൽ 4 ഭാഗങ്ങളിൽ സുനഖോ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ദൗത്യം, തനിക്കുള്ള ദൗത്യം പൂർത്തിയാക്കാനുള്ള വലിയ അദമ്യമായ ആ ഒരു ആവേശം. അതാണ് വളരെ പോസിറ്റീവായിട്ടുള്ള സുനഖോ പ്രയോഗം. അതിൽ ആദ്യത്തേത് നമ്മൾ കണ്ടു കഴിഞ്ഞു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:50 ഈശോ പറയുന്നു, എനിക്കൊരു മാമോദീസ മുങ്ങാനുണ്ട്, അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ എത്ര ഞെരുങ്ങുന്നു. സുനഖോ, ഞെരുങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, കുരിശിൽ പീഡകൾ സഹിച്ച് മരിച്ച് ഉയർക്കാനായി ഈശോ വളരെയേറെ അഭിലഷിക്കുകയായിരുന്നത്രേ. ആ നിമിഷം വന്നെത്താനായി ഈശോ ഇങ്ങനെ കാത്ത് ഇരിക്കുകയായിരുന്നത്രേ. അത് എത്തുന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു ഈശോയുടെ സഹനമത്രേ. എത്ര സുന്ദരമാണ്! നമുക്കെല്ലാവർക്കും വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിലേറാനുള്ള ഈശോയുടെ ആ ഒരു തിടുക്കം, ഈശോയുടെ ആ ഒരു ഞെരുക്കം. ഇനി അപ്പസ്തോല പ്രവർത്തനം 18:5 നമ്മൾ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊറിന്തോസിൽ യഹൂദരെ ക്രിസ്തുവിലേക്ക് ആനയിക്കാനായി അദ്ദേഹം തീവ്രമായ ശ്രമം നടത്തുകയായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയും സുനഖോയാണ്. ഈശോ എല്ലാവരിലേക്കും എത്തിച്ചേരാനുള്ള അദ്ദേഹത്തിൻ്റെ ഞെരുക്കം, അതിനുവേണ്ടി അദ്ദേഹം സഹിച്ച അദ്ദേഹത്തിൻ്റെ ആന്തരികമായി അദ്ദേഹത്തിനുണ്ടായ ആ ഒരു തത്രപ്പാട്, അത് സുനഖോ എന്ന പ്രയോഗമാണ്. ഇനി 2 കൊറിന്തോസ് 5:14 നമുക്കെല്ലാവർക്കും വളരെ പ്രിയങ്കരമായൊരു വാക്യമാണ്. കാരിത്താസ് ക്രിസ്തി ഊർജത്നോസ്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നു എന്നാണ് മലയാളം പരിഭാഷ. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ ഞെരുക്കുന്നു എന്നാണ്. എന്താണ് അർത്ഥം? ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കാനുള്ള ആ വലിയ തീക്ഷ്ണത, അതാണ് ഈ ഞെരുക്കം, സുനഖോ. അതുപോലെ തന്നെ ഫിലിപ്പി 1:23 വളരെ ശ്രദ്ധേയമാണ്. ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു. സുനഖോ, ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു. ഏതൊക്കെയാ 2? 1 എന്താ? 1, ഞാൻ ഇനിയും ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യാൻ സാധിക്കും. അത് പൗലോസ് ജീവനോടുകൂടി കുറച്ച് നാൾ കൂടി തുടർന്നാൽ അദ്ദേഹത്തിന് ശുശ്രൂഷകൾ ചെയ്യാം. 2ാമത്തെ കാര്യം എന്താ? പക്ഷെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുക എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളുടെയും ഇടയിൽ അദ്ദേഹം ഞെരുങ്ങുന്നു എന്നാണ് പറയുന്നത്. അതിനുപയോഗിച്ചിരിക്കുന്നതും സുനഖോ തന്നെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ ഞെരുക്കം നമ്മൾ കണ്ടു, അപ്പസ്തോലന്മാരുടെ ഞെരുക്കം നമ്മൾ കണ്ടു. നമുക്കും ഈ ഞെരുക്കത്തിൻ്റെ ബാധ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി ഏവരിലേക്കും ഈശോയെ എത്തിക്കാനുള്ള ആ ഒരു ത്വര നമ്മിൽ ഉണ്ടാകട്ടെ. നമ്മളും ഞെരുങ്ങട്ടെ. ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് നമസ്കാരം. വചനപദസാരം തിരുവചനപദസാരം തിരുവചനപദസാരം